കോൺഗ്രസ് നേതൃമാറ്റത്തിൽ നിലപാട് വ്യക്തമാക്കി ശശി തരൂർ. വിവാദങ്ങൾ പുകയുന്നതിനിടെ നേതൃമാറ്റ വിഷയത്തിൽ നിലപാട് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് തരൂർ. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്നാണ് തരൂർ പറയുന്നത്. ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും തരൂർ വ്യക്തമാക്കി. പാർട്ടിയിൽ ഐക്യം വേണം, അതിന് KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വിജയം നേടി. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചർച്ചയുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റുമെന്ന ചർച്ചകളോട് പ്രതികരിച്ച സുധാകരൻ രംഗത്ത് വന്നിരുന്നു. KPCC പ്രസിഡന്റ് ആരാകണമെന്ന കാര്യം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന് കെ സുധാകരൻ പറഞ്ഞു. തന്നെ നീക്കണമോ വേണ്ടയോ എന്ന കാര്യം ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്കൊരു പരാതിയുമില്ല, തീരുമാനം എന്തായാലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അംഗീകരിക്കും. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി എല്ലാ പദവികളും തന്നിട്ടുണ്ട്. പരിപൂർണമായും തൃപ്തമായ മനസ്സിനുടമയാണ് താൻ. മാനസികമായ ഒരു സംഘർഷവും ആശങ്കയും ഇല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി KPCC അഴിച്ചുപണിയാൻ തീരുമാനമുണ്ടെന്ന വിധത്തിലാണ് കെ സുധാകരനെ മാറ്റുമെന്ന വാർത്ത പുറത്തുവന്നത്. മാർച്ചിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി M. ജോൺ എന്നിവരുടെ പേരാണ് സജീവ പരിഗണനയിൽ. അഹമ്മദാബാദിൽ ഏപ്രിലിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുമ്പായി KPCC പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത്. സംഘടനയിൽ സമൂലമാറ്റം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം കനകോലു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അധ്യക്ഷനാകാൻ അടൂർ പ്രകാശ് താൽപര്യം പ്രകടിപ്പിച്ചു. മുല്ലപ്പള്ളി, VM സുധീരൻ, കെ സുധാകരൻ എന്നിവർ ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിലും തിരുവിതാംകൂറിലെയും സമുദായ സംഘടനയുടെയും പിൻബലം ഇവർക്കില്ലെന്ന് അടൂർ പ്രകാശ് വാദിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യമുന്നയിച്ചെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൈയൊഴിഞ്ഞു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ശ്രദ്ധ പുലർത്തുന്ന മേഖലയായതിനാൽ ഇക്കാര്യത്തിൽ കൂടിയാലോചന വേണമെന്ന നിലപാടിലാണ് ഖാർഗെ. ശനിയാഴ്ച ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ നേതാക്കൾക്കിടയിലെ ഐക്യത്തിന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടും. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും. 6 മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തേടും. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങിയവരെയാണ് വിളിപ്പിച്ചത്.